ടിങ്കുവും സംസാരിക്കുന്ന മാവും. സുന്ദർഗ്രാം എന്ന വർണ്ണാഭമായ ഗ്രാമത്തിൽ ടിങ്കു എന്നൊരു മിടുക്കനായ കുട്ടി താമസിച്ചിരുന്നു. അവൻ എപ്പോഴും എല്ലാ കാര്യത്തിലും കൗതുകമുള്ളവനായിരുന്നു, പ്രത്യേകിച്ച് അവന്റെ വീടിന്റെ പുറകിലുള്ള വലിയ മാവിനോട്. ഒരു ദിവസം ടിങ്കു ആ മാവിൽ വലിഞ്ഞു കയറി. അവനൊരു മാമ്പഴം പറിച്ചപ്പോൾ ഒരു ഗംഭീര ശബ്ദം കേട്ടു. അയ്യോ, ഇക്കിളിയാകുന്നല്ലോ കുട്ടാ! ടിങ്കു ഞെട്ടി താഴേക്ക് നോക്കി. സംസാരിക്കുന്ന മരമോ? ടിങ്കു അത്ഭുതത്തോടെ ചോദിച്ചു. മരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും, ഞാൻ മാമ്പഴങ്ങളുടെ രാജാവാണ്. മധുരമുള്ള പഴങ്ങളുടെയും രസകരമായ രഹസ്യങ്ങളുടെയും സംരക്ഷകൻ. അതിനുശേഷം എല്ലാ ദിവസവും ടിങ്കു മാമ്പഴ രാജാവിനെ സന്ദർശിച്ചു. അവർ തമാശകൾ പറഞ്ഞു, പാട്ടുകൾ പാടി, കടങ്കഥകൾ ചോദിച്ചു. അവർ നല്ല കൂട്ടുകാരായി. എന്നാൽ ഒരു ദിവസം ഭോല എന്ന അത്യാഗ്രഹിയായ ഒരു കടയുടമ ടിങ്കു മരത്തോട് സംസാരിക്കുന്നത് കേട്ടു. അവൻ ഒരു കുറ്റിക്കാടിന്റെ പിന്നിൽ ഒളിച്ചുനിന്ന് പതിയെ പറഞ്ഞു, സംസാരിക്കുന്ന മാമ്പഴങ്ങളോ? ഞാൻ വലിയ പണക്കാരനാകും. അന്ന് രാത്രി ഭോല ഒരു വലിയ ചാക്കുമായി പതുങ്ങിവന്നു. അവൻ മരത്തിൽ കയറി മാമ്പഴം പറിക്കാൻ ശ്രമിച്ചപ്പോൾ മരം ഉറക്കെ വിളിച്ചു പറഞ്ഞു, കള്ളൻ, കള്ളൻ! മരക്കൊമ്പുകൾ ശക്തിയായി കുലുങ്ങി. മാമ്പഴങ്ങൾ മഴ പോലെ ഭോലയുടെ മുകളിലേക്ക് വീണു. സ്പ്ലാറ്റ്, സ്പ്ലാഷ്! മാമ്പഴച്ചാറിൽ കുളിച്ച ഭോല ജീവനും കൊണ്ടോടി. അടുത്ത ദിവസം രാവിലെ ടിങ്കു വന്നപ്പോൾ ചിരിയടക്കാനായില്ല. മരം പതിയെ പറഞ്ഞു, അത്യാഗ്രഹത്തിന് കിട്ടിയ സമ്മാനം കണ്ടോ? ടിങ്കു, നീ എപ്പോഴും അത്യാഗ്രഹത്തിനു പകരം മധുരം പങ്കുവെക്കുമെന്ന് എനിക്ക് വാക്ക് തരണം, മരം സ്നേഹത്തോടെ പറഞ്ഞു. ടിങ്കു തലയാട്ടി സമ്മതിച്ചു. അന്നു മുതൽ ടിങ്കു ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും മാമ്പഴം പങ്കുവച്ചു. അവരെല്ലാവരും ഒരുമിച്ച് മധുരമുള്ള മാമ്പഴം കഴിക്കുകയും സംസാരിക്കുന്ന മാവിന്റെ കഥകൾ കേട്ട് സന്തോഷിക്കുകയും ചെയ്തു.